അടുത്തൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് 5 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ. സോ ഒരു കോഡാണ്, സെന്ററിൽ നിന്ന് വേറെ ലൈൻ വരുന്നുണ്ട്, കോഡിനെ 4 6 കട്ട് ചെയ്യുന്നുണ്ട്. ഇത് 5 സെന്റിമീറ്റർ ആണ്. ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ ഇവരെ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഒരു റേഡിയസ് കൂടി ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഞാൻ എന്ത് വിളിച്ച് എക്സ് എന്ന് വിളിച്ച്, അതേപോലെ ഒരു റേഡിയസ് കൂടി ഞാൻ ഇങ്ങോട്ടും കൂടി വരച്ചു അവനെ. അപ്പം ഈ റേഡിയസ് എക്സ് ആണെങ്കിൽ ഈ റേഡിയസ് ആര് തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. പേര് കൊടുക്കാം, എ ബി സി ഡി, ഈ പോയിന്റ് പി. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? പി എ ഇൻറ്റു പി ബി, പി എ ഇൻറ്റു പി ബി ഫിസിക്കൽ ടു പി സി ഇൻറ്റു പി ഡി, പി സി ഇൻറ്റു പി ഡി. നമുക്ക് വാല്യൂ എടുക്കാം. പി എ 4 ഇൻറ്റു പി ബി 6 ഫിസിക്കൽ ടു പി സി എന്ന് പറയുന്ന ഈ ദൂരമല്ലേ, ഇത് മൊത്തം എക്സ് ആണ്, ഈ ദൂരം 5 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ ദൂരം എന്ന് പറയുന്നത് ആരായിരിക്കും? എക്സ് മൈനസ് 5 ആയിരിക്കും. പി സിക്ക് വരെ എന്ത് കൊടുക്കാം? എക്സ് മൈനസ് 5. അടുത്തത് പി ഡി ആണ് വേണ്ടത്. ഇത് 5 ആണ്, ഇത് എക്സ് ആണ്. അപ്പോ ഈ ദൂരം ആരായിരിക്കും? എക്സ് പ്ലസ് 5. അപ്പൊ പി ഡിക്ക് വരെ ആരെ കൊടുക്കാം? എക്സ് പ്ലസ് 5 കൊടുക്കാം. അപ്പോ ഈ ഇക്വേഷനിലേക്ക് ഇവിടെയുള്ള വാല്യൂകൾ കൊടുത്തു. 4 ഇൻറ്റു 6 24. ഇത് എക്സ് മൈനസ് 5 എക്സ് പ്ലസ് 5. ഏത് ഫോർമാറ്റാ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആരായിരുന്നു? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇവരെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. സോ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. ഇപ്പുറത്ത് 6 അടപ്പുണ്ട്, 24 അടപ്പുണ്ട്. മൈനസ് 25 ഇപ്പുറത്ത് വരട്ടെ. അപ്പൊ 24 പ്ലസ് 25 ഇസിക്കൽ ടു എക്സ് സ്ക്വയർ. മൈനസ് 25 ഇപ്പുറത്ത് എന്തായി? പ്ലസ് 25 ആയി. സോ എക്സ് സ്ക്വയർ ഇസിക്കൽ ടു 24 25 49. സോ എക്സ് ഇസിക്കൽ ടു റൂട്ട് 49 ഇസിക്കൽ ടു 7. സോ ഇതിന്റെ റേഡിയസ് നമ്മൾ എക്സ് എന്നാണ് വിളിച്ചത്. റേഡിയസ് എത്രയാണ്? 7 ആണ്. അപ്പൊ ഇതിനെ എക്സ് എന്ന് വിളിച്ചതും ഇതെങ്ങനെ എക്സ് പ്ലസ് 5 ആയി, ഇതെങ്ങനെ എക്സ് മൈനസ് 5 ആയെന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇത് 5 ആണ് ഇവർ തന്നിരുന്നത്, ഇതിന് നമ്മൾ എക്സ് എന്ന് വിളിച്ചായിരുന്നു. അപ്പൊ ഈ മൊത്തം ദൂരം എക്സും 5ഉം എക്സ് പ്ലസ് 5. ഈ റേഡിയസ് എക്സ് ആണെങ്കിൽ ഈ റേഡിയസ് ആര് തന്നെയാണ്? എക്സ് തന്നെയാണ്. സോ ഈ 5 കുറച്ചാൽ ബാക്കിയുള്ള എത്രയാണ്? എക്സ് മൈനസ് 5. അത് മനസ്സിലായാൽ വളരെ എളുപ്പം നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഒരു 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2023 മെയിൻ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കോഡുകളുടെ സെക്ഷനിൽ ഇവിടെ പടം തന്നിട്ടുണ്ട്. എ ബി ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സി ഡി അതിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡ് വന്നാൽ ആ കോഡിനെ ഈ ഡയമീറ്റർ ബൈസെക്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എ പി ഇസിക്കൽ ടു 8 സെന്റിമീറ്റർ, പി ബി ഇസിക്കൽ ടു 2 സെന്റിമീറ്റർ, പി സി എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. പി എ ഇൻറ്റു പി ബി ഇസിക്കൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് എഴുതാം, പി സി സ്ക്വയർ എന്ന് എഴുതാം. അതെന്താ അങ്ങനെ എഴുതിയത് മുമ്പത്തെ വീഡിയോയിൽ മനസ്സിലാവും. പി ബിയും പി ഡിയും പി സിയും ഈക്വൽ ആണ്, പി സി സ്ക്വയർ. പി എ 8 ആയിരുന്നു, 8 ഇൻറ്റു പി ബി 2 ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. 8 ഇൻറ്റു 2 16 ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. സോ പി സി ഇസ് ഈക്വൽ ടു റൂട്ട് 16. സോ റൂട്ട് 16 എന്ന് പറയുന്നത് 4 ആണ്. സോ പി സി ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ പാഠത്തിൽ നിന്ന് വരയ്ക്കാനുള്ളതാണ്. വരയ്ക്കാനാണ് ഈ പാഠത്തിൽ നിന്ന് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഈ പാഠവും ടാൻജൻസും കൂടി ആയിരിക്കും വരയ്ക്കാൻ ചോദിക്കുന്നത്. വരയ്ക്കുന്നതിന്റെ എല്ലാം വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വരാം.